മലപ്പുറത്ത് നിപ്പ രോഗബാധയെന്ന് സംശയം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് യോഗം ആരംഭിച്ചു. MLA ഉബൈദുള്ള, UA ലത്തീഫ്, കളക്ടർ VR വിനോദ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, മലപ്പുറത്ത് നിപ്പ എന്ന സംശയമാണ്. മലപ്പുറത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെങ്കിൽ പ്രധാനമായി പറയേണ്ടത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. നമുക്കറിയാം, നിപ്പയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പുനെ ന്യൂറോളജി ലാബിൽ നിന്ന് കൃത്യമായിട്ട് വിവരം ലഭിക്കേണ്ടതുണ്ട്. ഏകദേശം 5:30 കൂടി ആ സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിലെല്ലാം തന്നെ ഒരു കൃത്യത വരുത്തും എന്നുള്ളതാണ് കളക്ടറും മലപ്പുറം DMO ഉൾപ്പെടെ നമ്മളോട് മുൻപ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിൽ ഈ കുട്ടിക്ക് 15 വയസ്സുകാരനായ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി, വെന്റിലേറ്ററിലാണ് കുട്ടി ഇപ്പോഴും ഉള്ളത് എന്നാണ് നമുക്ക് അറിയുന്നത്. എന്നാൽ ഈ കുട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള 3 പേർ, അമ്മാവനും മറ്റും, അങ്ങനെ അമ്മാവനടക്കം 3 പേരാണ് ഇപ്പോൾ ഐസൊലേഷനിലുള്ളത്. ഈ നിപ്പ ബാധയാണോ എന്നുള്ള സ്ഥിരീകരണത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരിക. പക്ഷെ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ആദ്യം പ്രവേശിപ്പിച്ചത് മലപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് മറ്റ് ലാബുകളിലേക്ക് അയച്ച ടെസ്റ്റുകളുടെ റിസൾട്ട് ഇന്ന് ഉച്ചയോടെ വരികയുണ്ടായി. അതിലാണ് കുട്ടിക്ക് ചെള്ളുപനി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് DMO ഉൾപ്പെടെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി. എന്തായാലും ഇനി പ്രധാനമായി അറിയേണ്ടത് നിപ്പയാണോ ഈ കുട്ടിയെ ബാധിച്ചിരിക്കുന്ന രോഗം എന്നുള്ളതാണ്. അത് ഏകദേശം 5:30 കൂടി അറിയും. പുനെ വൈറോളജി നിന്ന് അത് കൃത്യമായി അറിയും എന്നാണ് നമ്മൾ കൃത്യമായി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ DMOയും കളക്ടറും ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഏകദേശം 5:30 കൂടി ആ വിവരം ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പുറത്തു വന്ന മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സോണലെ, മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് തുറന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അത് അല്പസമയം മുമ്പാണ് ആ ഒരു വിവരം PRD തന്നെ പുറത്തുവിടുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ ഈ ഒരു നിപ്പ സംശയത്തെ തുടർന്ന് നമുക്കറിയാം, പാണ്ടിക്കാട് മേഖലയിലൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ പ്രാഥമികമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് DMO ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മലപ്പുറം ജില്ലയിലെ ഈ നിപ്പ സംശയത്തെ തുടർന്ന്, അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറം PW റെസ്റ്റ് ഹൗസിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഇതിനോടകം തന്നെ തുറന്നിട്ടുള്ളത്. എന്തായാലും മറ്റും ഈ ഒരു റിസൾട്ട്, അതായത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് വരുന്ന ഈ ഒരു അന്തിമ ഫലം, ഇതനുസരിച്ചായിരിക്കും ബാക്കി നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. എന്തായാലും ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും നിപ്പ സംശയത്തെ തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നടക്കുകയാണ്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണ.